ഈ എല്ലാ ദുരന്തങ്ങൾക്ക് കാരണമായി ആഗോള മാധ്യമങ്ങളും കേരളത്തിലെ പറയണില്ല, പറഞ്ഞ ചിലപ്പോൾ അങ്ങോട്ട് കൂടിപ്പോകും. കേരളത്തിലെ ചില എല്ലാവരും കൂടി പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഹമാസില്ലേ, ഇന്നേ വരെ അതിനെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട്. നീയാണ് ഈ ദുരിതത്തിന്റെ കാരണം. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ചരിത്രം അവിടെയാണ് പെങ്ങളെ. നമ്മുടെ നഖം വെട്ടുമ്പോ, എന്റെ സഹോദരി നഖം വെട്ടുമ്പോ നഖം ഒന്നൊരൽപ്പം മേലോട്ട് കയറി കഴിച്ചാൽ ഭർത്താവിന് പറയും നിങ്ങൾ തട്ടിയിട്ട് രക്തം വന്നേന്ന്. അതിന് വരെ നമ്മൾ മറ്റൊരാളെ പഴിക്കുന്ന ആളാ ഇന്നേ വരെ ഹമാസിനെ പഴിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് പറയാൻ മടിയുണ്ട്. ഇപ്പൊ ഹമാസിനെതിരെ ഒരു റാലി ഫലസ്തീനിലെ ഗസയിൽ നടന്നു. ഹമാസിനെതിരെ ഒരു റാലി നടന്നു. ആ റാലി എന്തായിരുന്നു എന്നറിയോ? ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടപ്പോ ഇപ്പോഴാണ് ആ ബന്ദികളിൽപ്പെട്ട ഒരാൾ അൽ ജസീറയോട് അഭിമുഖത്തിന് പറഞ്ഞത് ആ പ്രതിഷേധം തന്നെ ഹമാസ് ഉണ്ടാക്കിയ തിരക്കഥയായിരുന്നു. ഖാൻ യൂനിസിലേക്ക് ബന്ദികളെ കണ്ണും നട്ടിരിക്കുന്ന ലോകത്തുള്ള ഏറ്റവും വലിയ റഡാർ, അതായത് അങ്ങകലെ അമേരിക്കയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇന്ത്യ രാജ്യത്തിന്റെ അങ്ങേയറ്റത്ത് 38,823 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതിയുള്ള കേരള സംസ്ഥാനത്തിലെ കോഴിക്കോട് ജില്ലയുടെ മലയോര പ്രദേശമായ അടിവാരത്തിന്റെ താഴെ ആളുകൾ രാവിലെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് മഞ്ഞിനോട് കഥ പറയുന്ന ദർഭപ്പുല്ലിന്റെ പ്രണയത്തിന്റെ കഥ കാണാൻ പോകുന്ന വയനാടിന്റെ ഓരത്തുള്ള ഈ കൊച്ചു ഗ്രാമത്തിലെ കൊച്ചു വീടിന്റെ പുറകിലുള്ള ഒരു കുളിമുറിയിൽ ഇരുന്നിട്ട് അടിവസ്ത്രം ഇട്ടിട്ട് ഞാൻ കുളിക്കുമ്പോൾ എന്റെ അടിവസ്ത്രത്തിന്റെ കളർ പോലും അമേരിക്കയുടെ പെൻഡകളിലിരുന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും വലിയ റഡാറിന്റെ സംവിധാനമുള്ള കാലത്ത് 40 കിലോമീറ്റർ നീളമുള്ള 18 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ കോഴിക്കോട് ഒരു ജില്ലാ പഞ്ചായത്തിന്റെ വലിപ്പമില്ലാത്ത ഒരു രാജ്യത്ത് ആധുനിക റഡാറുകളും തോക്കുകളും വെച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും സേനയെ വെട്ടിച്ച് ഖാൻ യൂനിസിലേക്ക് ബന്ദികളെ മാറ്റാൻ ഹമാസ് തയ്യാറെടുത്ത റാലിയായിരുന്നു അത്. ഹമാസ് തന്നെ തിരക്കഥ ഉണ്ടാക്കി പ്രതിഷേധ റാലി സംഘടിപ്പിച്ച് ബന്ദികളെ അതിൽ കൊണ്ടുവന്ന് റാലിയിൽ വിളിക്കാനുള്ള മുദ്രാവാക്യം പഠിപ്പിച്ച് ആ റാലി മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ ബന്ദികളെ വെച്ച് ആരും അറിയാതെ ഖാൻ യൂനിസിലേക്ക് ബന്ദികളെ മാറ്റാനുള്ള തിരക്കഥയായിരുന്നു അത്. ഞങ്ങളുടെ തലയുടെ മുകളിലൂടെ ഡ്രോണുകൾ ഇങ്ങനെ പാഞ്ഞു പോകുമ്പോ നിസ്സഹായാവസ്ഥയിൽ ഞങ്ങൾ ചിരിക്കണോ കരയണോ എന്നറിയില്ലായിരുന്നു എന്ന് പറഞ്ഞത് ഹമാസ് പിടിച്ചു വെച്ച ബന്ദി അൽ ജസീറയോട് പറഞ്ഞ വാക്കാണിത്. ഞാൻ വെറുതെ പറയണല്ല. അൽ ജസീറയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഹദാമി. ഇതാക്കാലത്ത് ഹദാമി വസദ്ദിഖൂഹ ഇന്നൽ കൗലമാക്കാലത്ത് ഹദാമി എന്ന് പറഞ്ഞതുപോലെ ആ പ്രതിഷേധം പോലും ഹമാസിന്റെ ചുണക്കുട്ടികളുടേതാണ്. ഹമാസിനെ പറയുമ്പോൾ തീവ്രവാദിയാക്കുന്നവരോട് നാണമില്ലേ രോഗരാഷ്ട്രങ്ങളെ? നിങ്ങൾക്ക് 736 ദിവസം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സായുധ ശക്തികൾക്ക് തലകുനിപ്പിക്കാൻ പറ്റാത്ത ഒരു ജനതയുടെ പേര്, ആ ജനതയുടെ പേരാണ് ഗസ. ആ ധീരരുടെ നാടിന്റെ പേരാണ് ഗസ. ആ പോരാളികളുടെ നാടിന്റെ പേരാണ് ഗസ. കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റുമാനെ കണ്ടാൽ തൊപ്പിയടിച്ച് മടിയിൽ വെക്കുന്ന നമുക്ക് അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അവരെ കുറിച്ച് ഓർക്കുന്നത് പോലും ഒരു പുളകമാണ്. അവരെ കുറിച്ച് പറയുന്നത് പോലും ഒരു രോമാഞ്ചമാണ്. ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ അൽഹംദുലില്ലാഹ് 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ മനുഷ്യ ഇങ്ങനെ നിന്ന ചിലപ്പോ ഇൻഷാ അല്ലാഹ് ഈ ബക്കറ്റുമായിട്ട് വരും. എല്ലാവരും ഒരു നല്ല സദഖ ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കണം. സഹചാരിക്കാണ് ഞാൻ അതെന്തോ സക്കട്ട് നിങ്ങളിട്ടപ്പോ ഞാൻ രണ്ടാമതായി പോയില്ല. സഹചാരിക്കാണ് ഞാൻ തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹചാരി ഒരു ജാരിയായ സദഖയാണ്. വേണ്ടപ്പെട്ടവനുള്ള ഒരു സദഖയാണ്. അർഹതപ്പെട്ടവനുള്ള ഒരു സദഖയാണ്. അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു നല്ല സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഏതാഗ്രഹമാണോ അതിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിലേക്ക് ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ റഹ്മാനെ. ഏത് പ്രയാസവും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ അവരെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സബലീകരിച്ച് പടച്ചവനെ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിഹഖി സല്ലല്ലാഹു
ഇൻഷാ അല്ലാഹ് ഇനി മൂന്നാമത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഖുദ്സുമായിട്ടുള്ള ബന്ധമേതാ? അത് പറഞ്ഞിട്ട് ഖുദ്സിന്റെ മോചനം എങ്ങനെയാണ് ഉണ്ടാവുക, ഏത് രീതിയിലാണ് മുമ്പോട്ട് പോവുക, ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഫലസ്തീനിലെ ഉമ്മത്തിന് അല്ലാഹു മോചനം നൽകട്ടെ. നിർഭയത്വത്തോടെ പടച്ച റബ്ബിനെ ആരാധിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് ബിഹഖി അല്ലാഹു അലാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആ മൂന്നാമത്തെ ബന്ധം ഖുദ്സുമായുള്ള മൂന്നാമത്തെ ബന്ധം പറഞ്ഞതിലൂടെ ഖുദ്സിന്റെ മോചനത്തിലേക്ക്, ഇമാം മഹ്ദിയിലേക്ക്, ലോകാവസാനത്തിന്റെ ചുരുളുകളിലേക്ക് കടന്നുപോയി മനോഹരമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവസാനം ആ ഫലസ്തീനികളോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നമുക്ക് തിരിച്ചു പോകാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികമായ ബന്ധമേതാ? എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ തുടിപ്പ കൽബിലെ ചോരയായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 17 മാസം അല്ലെങ്കിൽ ഒരു റിവായത്ത് പ്രകാരം 18 മാസം ഹബീബായ നബി തങ്ങളെ തിരിഞ്ഞ് നമസ്കരിച്ച അവ്വലുൽ ഖിബല, ആദ്യത്തെ ഖിബലയാണ് ബൈത്തുൽ മുഖദ്ദസ്. ആദ്യമായി നമസ്കാരം നിർബന്ധമാകുമ്പോ ആദ്യത്തെ ഖിബല ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. പിന്നീട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും മസ്ജിദുൽ ഹറാം ഖിബലയായി മാറ്റണമെന്ന ആഗ്രഹത്തോടെ അല്ലാഹുവിനോട് പ്രതീക്ഷയോടെ നോക്കുമ്പോ 17ാമത്തെ മാസത്തിലാണ് മസ്ജിദുൽ ഹറാം ഖിബലയാക്കപ്പെടുന്നത്. കദിനറാ തകല്ലുബ വജ്ഹിക ഫിസ്സമായി ഫലനുവല്ലിയന്നക ഖിബലതന തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഖിബല അല്ലാഹുവിന്റെ റസൂലിന്റെ 17 മാസത്തെ ഖിബലയാണ്. രണ്ടാമത്തെ നമ്മുടെ ബന്ധമേതാ? തന്റെ പ്രിയപ്പെട്ടവരെല്ലാം വിട പറഞ്ഞ് ജീവിതത്തിൽ ദുഃഖത്തോടെ കിടക്കുമ്പോ ഹബീബായ നബി തങ്ങളെ ചരിത്ര പ്രസിദ്ധമായ യാത്ര പോയ മിഅ്റാജ്, ഇസ്റാ മിഅ്റാജിന്റെ യാത്ര പോയ ഭൂമിക. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇതിലൂടെയാണ് നാം അതിന്റെ മോചനത്തിന്റെ അവസാന നാളുകളിലോട്ട് കടന്നു പോവുക. ഉമ്മഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന അല്ലാഹുവിന്റെ റസൂലിനെ ഒരു അർദ്ധരാത്രിയിൽ വന്ന് ആ ലോകത്തിന്റെ മുഴുവൻ നേതാവായ ഹബീബിനെ ബുറാഖ് എന്ന അതിശീഘ്ര ദ്രുതഗമന വാഹനത്തിൽ കയറ്റി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ആ ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹുവിന്റെ റസൂൽ ഇമാമായി നമസ്കരിച്ചു. മഹാനായ ഈസാ നബിയും മൂസാ നബി അടക്കമുള്ള പ്രവാചകന്മാര് മഅ്മൂമായി നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്ത് നിന്ന പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. എന്റെ ഹബീബ് മസ്ജിദുൻ നബവി പോലെ, മസ്ജിദുൽ ഹറാം പോലെ എന്റെയും നിങ്ങളുടെയും ഹബീബ് ഇമാമായി നിന്ന് നിസ്കരിച്ച പള്ളിയാ ബൈത്തുൽ മുഖദ്ദസ്. ആ പ്രവാചകന്റെ പുറകിലെ മഅ്മൂമീങ്ങളാരാ? മൂസാ നബിയും ഈസാ നബിയും അടക്കമുള്ള പ്രവാചകന്മാരാണ്. എന്തിനാണ് അല്ലാഹു അങ്ങനെ നിസ്കരിപ്പിച്ചതെന്നറിയോ? ഏരിയൽ ഷറോണിനോട്, ബെഞ്ചമിൻ നെതന്യാഹുവിനോട്, അവർക്കെല്ലാം മോശാന പാടുന്ന ശൃഗാല ബുദ്ധിയുള്ള ഡൊണാൾഡ് ട്രംപിനോട്, യൂറോപ്യൻ രാഷ്ട്രങ്ങളിലോട് ആ മിഅ്റാജിന്റെ യാത്രയിൽ ഞങ്ങളുടെ ഹബീബ് ഇമാമായി നിസ്കരിച്ചത്. പുറകിൽ മൂസാ നബിയുണ്ട്, ഈസാ നബിയുണ്ട്. ലോകാവസാനം വരുമ്പോ ഈസാ നബിയെക്കാളും, ഈസാ നബിയുടെ അനുയായിയേക്കാൾ, മൂസാ നബിയുടെ അനുയായികളെക്കാൾ, ജൂദായിസത്തെയും ക്രിസ്ത്യാനിസത്തെക്കാളും ഇസ്ലാം ലോകത്ത് മുമ്പിലോട്ട് നടന്നു പോകുമെന്ന് ലോകത്തോട് പറഞ്ഞതാണ്. ഹബീബായ നബി തങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട് എല്ലാത്തിനും മേലെ ആരൊക്കെ
ആരക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ തിരുത്താൻ ശ്രമിച്ചാലും ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയാലും ഇറാഖിനെ പിടിച്ചടക്കി, അഫ്ഗാനിനെ പിടിച്ചടക്കി, അങ്ങനെ ബോസ്നിയയും ചെച്ചിനെയും പിടിച്ചടക്കി. ഇറാഖ് എന്ന് പറയുന്ന ലോകത്തിന്റെ സ്വപ്നഭൂമിയുണ്ടല്ലോ, ബസറയടങ്ങുന്ന ഇറാഖിന്റെ സ്വപ്നഭൂമി മഹാനായ ജുനൈദുൽ ബഗ്ദാദിയുടെ, ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനിയുടെ, നൂഹ് നബിയുടെ കപ്പലടിഞ്ഞ തീരം, സാലിഹ് നബിയുടെ ഒട്ടകം വെള്ളം കുടിച്ച തടാകം, ഇങ്ങനെ ഇസ്ലാമിക നാഗരികതയുടെ ശേഷിപ്പുകൾ നിലനിൽക്കുന്ന ആ ഇറാഖിനെ പിടിച്ചടക്കിയത് ഇസ്ലാമിന്റെ ചരിത്രത്തെ തുടച്ചു നീക്കാമെന്ന വ്യാമോഹത്തിലൂടെയാണെങ്കിൽ കടിയില്ലടാ. എല്ലാ രാത്രിയും അവസാനിക്കില്ല. ഈ പലസ്തീനിലെ 60,000-ഓളം വരുന്ന കുഞ്ഞുങ്ങളെയും വൃദ്ധന്മാരെയും കൊന്നൊടുക്കിയിട്ട് ഖുദ്സിനെ തകർക്കാമെന്ന് നിങ്ങൾ കരുതിയാൽ ഇരുട്ടിന്റെ കരിമ്പടം മാറില്ലെന്ന് കരുതരുത്, വെളിച്ചമുദിക്കുമെന്ന് കറിയാതിരിക്കരുത്. വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞ മനോഹരമായ ഒരു ആയത്തുണ്ട്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്. ചലിച്ചു നീങ്ങുന്ന നക്ഷത്രങ്ങളെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ അസ്അസ്, ചുരുട്ടി മൂടപ്പെട്ട കരിമ്പടത്തിന്റെ ഉള്ളിൽ അന്ധകാരം നടന്ന രാത്രിയെ തന്നെയാണ് സത്യം. ആ ഇരുട്ടിന്റെ കരിമണം മാറില്ലെന്നാണോ? വസ്സുബ്ഹി ഇദാ തനഫസ്, ശ്വാസം വിട്ടുകൊണ്ടുവരുന്ന പകലിനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതി നോക്ക്. ഇരുട്ടിന്റെ കരിമ്പടം മാറും. ഈ പ്രഭാതത്തിന്റെ അരുണകിരണങ്ങൾ ചരിത്രത്തിൽ ഉദയം തരിക തന്നെ ചെയ്യും. ഇത് പറയുന്നതാരാണ്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇത് അസത്യത്തിന്റെ ലാഞ്ചന, പഞ്ചമ്പകപ്പൂ തേനിതളതരങ്ങളിൽ നിന്ന് വരാത്ത ഹബീബിന്റെ വാക്കാണിത്. സഹോദരി, ആ ഇറാഖിനെ തകർത്തിട്ട്, ഈ ഫലസ്തീനിനെ തകർത്തിട്ട്, അഫ്ഗാനിൽ അധിനിവേശം നടത്തിയിട്ട്, സദ്ദാം ഹുസൈനെ കഴുത്തിലേറ്റിയിട്ട് ഈ ഇസ്ലാമിനെ തകർക്കാമെന്ന് നിങ്ങൾ കരുതുകയാണോ? ഇല്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. പടച്ചവന്റെ ദിവ്യപ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വല്ലാഹു മുത്തിമ്മു നൂരിഹി, സപ്തഭൂഖണ്ഡങ്ങളുടെ മുകളിൽ ഇസ്ലാമിന്റെ വെളിച്ചത്തെ പടച്ചവൻ എത്തിക്കുക തന്നെ ചെയ്യും. അതിനടയാളമായിട്ടാണ് ബൈത്തുൽ മുഖദ്ദസിൽ ഈ ഇസ്രായേലിന്റെ പട്ടാളക്കാരുടെ വെടിയുണ്ടകളെ പിടയുന്ന ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസിലെ രണ്ടാമത്തെ സന്ദർശനത്തിന് പോകുമ്പോ ഇന്നും ബൈത്തുൽ മുഖദ്ദസിന് ഇമാമത്ത് നിൽക്കുന്ന മിഹ്റാബിന്റെ വലതു ഭാഗത്തൊരു കണ്ണാടിപ്പെട്ടിയിൽ കുറെ ബുള്ളറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ ഫലസ്തീനിലെ പാവങ്ങളുടെ നേരെ ഇസ്രായേൽ പട്ടാളത്തിന്റെ തെറിച്ചു വന്ന ബുള്ളറ്റുകൾ, ആ ബുള്ളറ്റുകൾ ഉപയോഗിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിനെ തകർക്കാമെന്ന് കരുതുന്നെങ്കിൽ ഇല്ല. എല്ലാ മതത്തിനും അപ്പുറം ഹബീബേ അങ്ങയുടെ ദീനി ലോകത്ത് മുൻപിൽ വരുമെന്ന് പഠിപ്പിക്കുകയാണ് ബൈത്തുൽ മുഖദ്ദസിലെ നിസ്കാരത്തിലൂടെ. അത് വെറുതെ ഒരു നിസ്കാരമല്ല. അല്ലാഹു നമുക്കത് വിശ്വസിക്കാൻ ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടെ നിന്ന് ഒന്നാം ആകാശം കടന്ന്, രണ്ടാം ആകാശം കടന്ന്, മൂന്നാം ആകാശവും കടന്ന്, സഹോദര ചരിത്രം പറഞ്ഞു നിൽക്കാനുള്ള സമയമില്ലല്ലോ. ആ പോകുന്ന വഴിയിൽ ആദം നബിയെ കണ്ടു, നൂഹ് നബിയെ കണ്ടു, ഇബ്രാഹിം നബിയെ കണ്ടു. എല്ലാ പ്രവാചകന്മാരെയും കണ്ട് ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ അതിർത്തികൾ ഭേദിച്ച് ലോകത്തൊരു മനുഷ്യനും കടന്നു പോകാൻ കഴിയാത്ത ആകാശ ദിക്കുകളിലൂടെ കടന്നു പോയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ യാത്രയിൽ കണ്ടതര കാഴ്ചകൾ പറയുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു കൊട്ടാരം കണ്ടു.
ഞാനവിടെ ഒരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരം ഉമറിന്റെ കൊട്ടാരമാണ്. ഞാൻ കണ്ടത് ഉമറിനെയാണ്. രണ്ടാമത് ഞാൻ അവിടെ പോയി നിൽക്കുമ്പോ വിശദമായ ഒരു ചരിത്രത്തിന്റെ വിശകലനം പറയുമ്പോ ഹബീബായ നബി തങ്ങൾ പറയാ, ആ കൊട്ടാരത്തിന് മുമ്പിൽ ഇങ്ങനെ പിഞ്ചിരി തൂകി പരിചാരകരെ കണ്ടിട്ട് ആ കൊട്ടാരത്തിലോട്ട് കയറാൻ പോയപ്പോ മലക്കുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അത് ഉമറിന്റെ കൊട്ടാരമാണ് നബിയേ. അത് കേട്ടപ്പോൾ ഞാനൊരൽപ്പം വല്ലാത്ത ഒരു ചിന്തയോടെ ഞാൻ പുറകിലോട്ട് കാലു വലിച്ചു. ഞാൻ എന്റെ ഈ വല്ലാത്ത ദേശത്തെ ഭയന്നു പോയി ഉമറേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നബിയെ, അങ്ങയോട് എനിക്ക് ദേഷ്യമോന്ന് ചോദിച്ചു പൊട്ടിക്കരഞ്ഞ സന്ദർഭത്തിൽ വരാനിരിക്കുന്ന സംഭവങ്ങളെ ഹബീബിനെ കാണിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത് ഞാനൊരു സ്ത്രീയെ കണ്ടു. ആ അങ്ങകലെ സ്വർഗത്തിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഒരു കാൽ പെരുമാറ്റം കേൾക്കുമ്പോൾ അതൊരു സ്ത്രീയുടെ കാൽ പെരുമാറ്റമാ. അതാരെന്നറിയാൻ ഞാൻ നോക്കുമ്പോ ഖുദ്സിന്റെ മോദനത്തെ കുറിച്ച് പറയുന്ന നേരത്തിന്റെ ഒരുമിച്ച് കൂടിയ പെങ്ങളോട് സന്ദർഭോചിതമായി ഓർമ്മിപ്പിക്കട്ടെ. അത് അബൂ തൽഹയുടെ ഭാര്യയായ റുമൈസ ബീവിയാണ്. എന്റെ പ്രിയപ്പെട്ട മകളെ, ഫാത്തിമ ബീവിക്കപ്പുറം ആയിഷ റളിയല്ലാഹു അൻഹക്കപ്പുറം അല്ലാഹുവിന്റെ റസൂൽ കാലത്തിന്റെ ചുവരെഴുത്തുകളിൽ റുമൈസ ബീവിയെ പറയാനുള്ള കാരണമെന്താ? അബൂ തൽഹ എന്ന മക്കയിലെ ഏറ്റവും സുന്ദരനായ കോടീശ്വരന് വിവാഹം ആലോചിച്ചു വരുമ്പോ റുമൈസ ബീവി നിന്നെ പോലെയല്ല. ആ മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള മദീനയിലെ ചെറുപ്പക്കാര് സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന റുമൈസ ബീവിയെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അബൂ തൽഹ വിവാഹം ആലോചിച്ചു വരുമ്പോ ഇതെന്തിനാണ് ഇതിന്റെ ഇടയിൽ പറയുന്നതെന്നറിയോ? ഏതോ ഒരു മുസ്ലിമായ തട്ടമിട്ട ഡോക്ടർ പെണ്ണിന് ജാതിക്കപ്പുറത്തേക്ക് കല്യാണം നടത്തിയപ്പോ ആഘോഷിക്കുന്ന പാർട്ടി ഓഫീസുകള്, ആഘോഷിക്കുന്ന വർത്തമാന പത്രങ്ങള്, മതേതരത്വം പൂത്തുലഞ്ഞെന്ന് വാദിക്കുന്നവര് യഥാർത്ഥത്തിലൊരു മുസ്ലിം പെണ്ണിന്റെ തലയിൽ കിടക്കുന്ന തട്ടം കേശാലങ്കാരമല്ല, അതവരുടെ ആദർശത്തിന്റെ അടയാളമാണ്. ഈ വരുന്ന അബൂ തൽഹ വന്നിട്ട് റുമൈസ, ഒരൊട്ടകത്തിന് ചുമക്കാൻ പറ്റുന്ന അത്രയും സ്വർണം നിനക്ക് മഹറായി തരാമെന്ന് പറഞ്ഞപ്പോ റുമൈസ ബീവി പറഞ്ഞത്, അബൂ തൽഹ, എന്നെ നിനക്ക് വിവാഹം ചെയ്യണമെങ്കിൽ ഒരൊറ്റ മഹറേയുള്ളൂ. അത് നീ പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരു ഇസ്ലാമിലോട്ട് കടന്നു വരാതെ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിക്കാത്തൊരു പുരുഷനെ സ്പർശിക്കാനുള്ളതല്ല എന്റെ ശരീരമെന്ന് പറയാൻ, പടച്ചവനെ വിശ്വാസമില്ലാത്തവന് തൊടാനും സമർപ്പിക്കാനുമുള്ളതല്ല എന്റെ ഈ സൗന്ദര്യമെന്ന് ധീരമായ നിലപാട് പറഞ്ഞ സ്ത്രീക്കാണ് അല്ലാഹു സ്വർഗത്തിന്റെ വാതിലിൽ കൊട്ടാരം കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, കലാലയത്തിന്റെ കന്മതിലുകളുടെ ഉള്ളിൽ നിരീശ്വരവാദത്തിന്റെ വിത്ത് പേറിയിട്ട് അവന്റെ ജാതി ഏതായാലെന്നാ മതമേതായാലെന്ന് പറഞ്ഞ് തലയിലെ തട്ടമിട്ടുകൊണ്ട് സമുദായ സേവനത്തിന് മൂടുപടമണിഞ്ഞ മലങ്കടകന്മാര് രജിസ്റ്റർ മാരേജ് നടത്താൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോ അതും പറഞ്ഞു മതേതരത്തിന്റെ ദീപം തെളിയിപ്പിക്കുന്ന പെങ്ങളെ, പടച്ചവനിൽ വിശ്വസിക്കാത്തവരെന്റെ ജീവിതത്തെ സമർപ്പിക്കില്ലെന്ന് ശാഠ്യം പിടിച്ച റുമൈസ ബീവിമാരുടെ ചരിത്രത്തിലാണ് മലത്തിക്കടത്തിയിട്ട് കുത്തിയിട്ട് ചങ്കിലോട്ട് കുത്തിക്കയറ്റിയ ആ കുന്തത്തിന്റെ പിടിവെച്ചിട്ട് എനിക്കെന്റെ റബ്ബിന്റെ സ്വർഗം മതി എന്ന് പറഞ്ഞ ആസിയമാരുടെ ചരിത്രത്തിലാണ്. ജീവിതത്തിൽ ഇതേവരവലം പരപുരുഷ സ്പർശനം എന്റെ ശരീരത്തിൽ ഏറ്റിട്ടില്ലെന്ന് പറഞ്ഞ മറിയം ബീവിയുടെ മണ്ണിലാണ്. പെങ്ങളെ, സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയിട്ടും, വീടുകളെ തകർന്നിരന്നു പോയിട്ടും, മക്കളെ കബറിലടക്കപ്പെട്ടിട്ടും, ഭർത്താവിന്റെ ഇടനെഞ്ച് ചിതറിത്തെറിച്ചിട്ടും അതിന് മുമ്പിൽ ദീൻ വലിച്ചെറിയാട്, പർദ്ദ വലിച്ചെറിയാട്, തലയിലെ തട്ടമെടുത്ത് മാറ്റാട്, ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ കാണാമെന്ന് പറയുന്ന ഫലസ്തീനിലെ മുഅ്മിനത്തുകളോട് താരതമ്യം പറയാൻ നിനക്കെങ്ങനെയാണ് കഴിയാ? അവരുടെ ഈമാനോട് കിടപിടിക്കാൻ നിനക്കെങ്ങനെയാണ് കഴിയാ? ഞാൻ ആ സ്വർഗത്തിന്റെ തിരുമുറ്റത്ത് റുമൈസ
ബീവിയെ കണ്ടു. അപ്പുറത്ത് പിന്നെ ഞാനൊരു കാൽപെരുമാറ്റം കേട്ടു. ആ കാൽപെരുമാറ്റം ഒരു സുന്ദരന്റെ അല്ല, ഒരു യൂറോപ്പിന്റെ അല്ല, ഒരു ചുവന്നു തൊടുത്ത കവിളുള്ളവന്റെ അല്ല. ഞാൻ അടുത്ത കാൽപെരുമാറ്റം കണ്ടത് കറുകരുത്ത ചപ്രച്ചതലമുറയുള്ള സ്പ്രിങ് പോലെ ചുരുണ്ട മുടിയുള്ള, ഇന്നും കാലിൽ കിടക്കുന്ന ബൂട്ട്സിനേക്കാൾ കറുത്ത മനസ്സുള്ള വെള്ളക്കാരന്റെ വെടിയുണ്ടകളേറ്റ് പിടന്ന് വീടുന്ന കറുത്തവന്റെ പൂർവികനായ എന്റെ പ്രിയപ്പെട്ട ബിലാല, അതെന്റെ ബിലാല. ഇസ്ലാമിന്റെ ജനാധിപത്യത്തിന്റെ തലസ്ഥാനമായ കഅബാലയത്തിന്റെ കൽച്ചുവരുകൾ കറുകറുത്ത കാലുകൊണ്ട് ചാടിക്കടന്നിട്ട് അല്ലാഹുവിന്റെ തക്ബീർ മുടക്കിയ ബിലാലിന്റെ കൊട്ടാരവും ഞാൻ അവിടെ കണ്ടു. പിന്നെ ഞാൻ അവിടെ കണ്ട കാഴ്ച പറയുമ്പോൾ ഞാൻ വിഷയത്തിലേക്ക് എത്തട്ടെ. സഹോദരാ സഹോദരി, ഇത് നിസ്സാരമല്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞനാണ്. ആ ഹബീബ് വെറുതെ തമാശ പറയാറില്ല. വമാ യന്തിഖു അനിൽ ഹവാ, അല്ലാഹു പറഞ്ഞ വഹിയല്ലാതെ പറയാറില്ല. സമയത്തു ശരീഫൽ കലാം, ആ യാത്രയിൽ ഞാൻ ശരീഫൽ കലാം, മനുഷ്യന്റെ അമലുകൾ എഴുതുന്ന മലക്കുകളുടെ പേനയുടെ ശബ്ദവും ഞാൻ കേട്ടു. സമയത്തു സൂത്ത് ശരീഫൽ കലാം, പേനകളുടെ ശബ്ദം ഞാൻ കേട്ടു. അവസാനം നടന്ന് ഞാൻ സിദ്റത്തുൽ മുന്തഹയെത്തി. ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. അവസാനം ഞാൻ സിദ്റത്തുൽ മുന്തഹയെത്തി. ആ സിദ്റത്തുൽ മുന്തഹയാണ് ഇന്ദ സിദ്റത്തിൽ മുന്തഹ ഇന്ദ ജന്നത്തുൽ മഅവാ. ആ സിദ്റത്തുൽ മുന്തഹ, ഈ ഭൂമിയിൽ നിന്നൊരു സാധനം മുകളിലേക്ക് പോയാൽ എവിടം വരെ എത്തുമോ അതിന്റെ പേരാണ് സിദ്റത്തുൽ മുന്തഹ. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സാധനം, ഒരു സാധനം മുകളിലോട്ട് പോവില്ല. ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ഉപഗ്രഹമാകട്ടെ, ഭ്രമണപഥങ്ങളാവട്ടെ, ഏതു മാനുഷിക സാങ്കേതിക വിദ്യയുടെ ഉപോൽപ്പന്നങ്ങളാവട്ടെ, മുകളിലോട്ട് പോകുന്ന ഒരു വസ്തു പരമാവധി എവിടം വരെ പോകുമോ അതിന്റെ പേരാണ് സിദ്റത്തുൽ മുന്തഹ. ആ സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞ് പോയ ഒരേ ഒരാളെ ഉള്ളൂ, ഒരു മനുഷ്യനേ ഉള്ളൂ, ഒരു മനുഷ്യകുലത്തിന്റെ നേതാവേ ഉള്ളൂ. ആ നേതാവ് ബുറാക്കിന്റെ നായകനാണ്. ബുറാക്കിൽ കയറിപ്പോയ സാഹിബുൽ ബുറാഖി വത്താജി വല്ലലം, സാഹിബുൽ ബുറാഖി വറഫറഫിൽ ഇലാ റസൂലുള്ളാഹ് സലവാത്തുൻ താഗിയാത്തുൻ അലൈഹി സലാം. സാഹിബുൽ ബുറാഖ് നബി മുഹമ്മദ് മുസ്തഫ. സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്. ഇനി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കണക്ക് ചെയ്യട്ടെ. ആ സിദ്റത്തുൽ മുന്തഹയുടെ ചുവട്ടിൽ നിന്ന് 4 നദികൾ ഒഴുകുന്നുണ്ട്. ആ സിദ്റത്തുൽ മുന്തഹയുടെ ചുവട്ടിൽ നിന്ന് 4 നദികൾ ഒഴുകുന്നുണ്ട്. നെഹ്റാനി ഫിൽ അർളി, അതിൽ നിന്ന് 2 നദികൾ അത് ഭൂമിയിലെ നദികളാണ്. ഹുമാ അന്നൈലു വൽ ഫുറാത്ത്, ഖുദ്സിനോടുള്ള ബന്ധമേതാ, ബൈത്തുൽ മുഖദ്ദസിനോടുള്ള ബന്ധമേതാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നെഹ്റാനി ഫിൽ അർളി, അതിൽ 2 ഭൂമിയിലേക്ക് ഒഴുകുന്നതാണ്. അതിൽ ഒന്ന് അന്നൈലു, ഒന്ന് നൈൽ നദിയാണ്. രണ്ടാമത്തേത് വൽ ഫുറാത്ത്, രണ്ടാമത്തേത് യൂഫ്രട്ടീസ് നദിയാണ്. ഒന്നാമത്തേത് നൈലാണ്. നൈലിന്റെ തുടക്കം എവിടെയാ? അത് ഉഗാണ്ടക്കടുത്ത് വിക്ടോറിയ തടാകത്തിന്റെ താഴെ നിന്നാണ്. ജോഗ്രഫി പഠിച്ച സഹോദരാ പറയരുത്, അത് ജോഗ്രഫിക്കലായിട്ട് അങ്ങനെയാവാ. പക്ഷേ എന്റെ ഹബീബ് പറഞ്ഞതിന്റെ തുടക്കം സിദ്റത്തുൽ മുന്തഹയിൽ നിന്നാണ്. ഉഗാണ്ടയിലെ വിക്ടോറിയ തടാകത്തിന്റെ ചുവട്ടിലൂടെ എന്ന് ഭൂമിശാസ്ത്രം പറഞ്ഞാൽ അത് തുടങ്ങുന്നത് സിദ്റത്തുൽ മുന്തഹയിൽ നിന്നാണ്. ആ നൈൽ അനേകായിരം പ്രവാചകന്മാർ അംഗസ്നാനം ചെയ്ത നദി. ആ നൈല് മഹാനായ മൂസാ നബിയെ താരാട്ട് പാടി ഉറക്കിയ നൈൽ നദി. അനിക്കിദി ഫീഹി ബിത്താബൂത്തി ഫക്കിദി ഫീഹി ബിൽ യമ്മി ഫൽയുൽകിൽ യമ്മു ബിസ്സാഹിലി യഖുദുഹു. മൂസാ നബിയെ താരാട്ട് പാടിയ ഭൂമി നൈൽ നദി. രണ്ടാമത്തേത് ഒന്ന് നൈലാണ്. രണ്ടാമത്തേത് ഉറങ്ങാണ്. നമ്മൾ ഉറങ്ങാണ്. ഉറങ്ങാത്തവരൊക്കെ കൈവക്കിക്കോട്ടെ.
അതുകൊണ്ട് അത് ഒന്നുമില്ല. ഞാൻ നിർത്താം, ഇപ്പൊ നിർത്തണോ? സമയ വേണ്ടേ? രണ്ടാമത്തേത് അൽ ഫുറാത്തു. അൽ ഫുറാത്തു യൂഫ്രട്ടീസ് ആണ്. എന്താണ് യൂഫ്രട്ടീസ്? അങ്ങനെ ഇറാനിന്റെ മറുഭാഗവും കടന്ന് തുർക്കുമെനിസ്ഥാനം കടന്ന് ഇറാനിന്റെ കരകളിലൂടെ നടന്നു വരുന്ന യൂഫ്രട്ടീസ്, ആ യൂഫ്രട്ടീസിന്റെ തുടക്ക സിദറത്തുൽ മുന്തഹയിൽ നിന്നാണ്. രണ്ടാമത്തേത് യൂഫ്രട്ടീസ് ആണ്. മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ യാത്രാ വിവരണമാണ്. രണ്ടാമത്തേത് യൂഫ്രട്ടീസ് ആണ്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറയാ, അതുൽ ഫുറാത്തു അൻ യുഗ്ഫറ അർദി റഹബാ. ലോകാവസാനം അടുത്തു വരുമ്പോ ശ്രദ്ധിച്ചേക്കണേ, ലോകാവസാനം അടുക്കുമ്പോ ആ യൂഫ്രട്ടീസിന്റെ പരിസരത്ത് സ്വർണത്തിന്റെ കനികൾ ഉയർന്നു വരും. സ്വർണത്തിന്റെ കനികൾ ഉയർന്നു വരും. എതിലാണ് യൂഫ്രട്ടീസ് വരണത്? തുർക്കുമെനിസ്ഥാനിൽ നിന്ന് ഇറാനിന്റെ തീരത്തുകൂടി ഈ യുദ്ധത്തിന്റെ ചിത്രത്തിലൊക്കെ ഇറാൻ കടന്നു വരുന്ന ചെറുതാണ്. ഇറാൻ ഷിയാണോ സുന്നിയാണോ എന്നുള്ള പ്രശ്നമല്ല അവിടെ, അതൊക്കെ മാറിയിക്കട്ടെ. എന്തായാലും ഉശിരുള്ളവർ, എന്തായാലും ഉശിരുള്ളവർ. അലിറുള്ളാന്റെ രക്തമല്ലേ, മാറൂലല്ലോ. മുഹാജിറിന്റെ വാക്ക് കേട്ട് മുമ്പിൽ വീണ സിംഹര, മുമ്പിലെ ഉബൈദത്തും മിൻ ഹംസയും ഹൈദറാ. മഹാനായ ഹൈദർ റളിയല്ലാഹു അൻഹു ആ യൂഫ്രട്ടീസിന്റെ ചുറ്റുഭാഗത്തൊരു നിധികൾ ഉണ്ടാവും. ആ നിധികളിലേക്ക് വന്ന് സ്വർണ്ണങ്ങൾ ഇങ്ങനെ വലിഞ്ഞുകൂടും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തെ സ്വർണ്ണക്കനികൾ കൈക്കലാക്കാൻ ഷാമിൽ നിന്നുള്ള മുഴുവൻ രാജ്യങ്ങളും അങ്ങകലെ നിന്നുള്ള പേർഷ്യയിൽ നിന്നുള്ള രാജ്യങ്ങളും ആ യൂഫ്രട്ടീസിന്റെ തീരത്തിലേക്ക് ഓടിയെത്തും സഹാബ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ ആ യൂഫ്രട്ടീസിന്റെ തീരത്ത് ഇങ്ങനെ സമ്പത്ത് ഇങ്ങനെ വടിഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ അത് കൈക്കലാക്കാനുള്ള മത്സരം രാഷ്ട്രങ്ങളുടെ ഇടയിൽ നടക്കും. പക്ഷേ സഹാബാ, ആ സമ്പത്ത് നിങ്ങൾക്ക് വേണ്ട, അത് നിങ്ങളെടുക്കണ്ട, അത് നിങ്ങളെ നാശത്തിലോട്ട് നയിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. യൂഫ്രട്ടീസിന്റെ തീരത്ത്, ഇറാനിന്റെ തീരത്ത്, ഷാമിന്റെ തീരത്ത് ഉയർന്നു വരുന്ന സ്വർണ്ണക്കനികൾ ഇന്ന് ലോകത്തിലെ മിക്കവാറും സായുധ രാഷ്ട്രങ്ങൾക്കെല്ലാം യൂഫ്രട്ടീസിന്റെ തീരത്ത് പട്ടാള ക്യാമ്പുണ്ട്. യൂഫ്രട്ടീസിന്റെ തീരത്ത് ക്യാമ്പുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊന്നും വെറുതെ ഒന്നും ആയി വരുന്നതല്ല, അതെല്ലാം കൈക്കലാക്കാനുള്ള വലിയ ഒരു പദ്ധതിയുടെ ഭാഗമായി വരുന്നതാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ യാത്രയിലാണ് പറയുന്നത്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രമേൽ കൃത്യമായി, ഇത്ര മനോഹരമായി ആർക്കാണ് പറയാൻ കഴിയുക? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആ സാമ്പത്തിക നിലയുടെ അടിസ്ഥാനമായ ഖുദ്സ്, ആ ഖുദ്സിന്റെ ഇമാറത്ത് ബൈത്തുൽ മുഖദ്ദസ്, ഖറാബുൽ മദീന, ബൈത്തുൽ മുഖദ്ദസിനെ ചുറ്റിപ്പറ്റിയിട്ടൊരു നാഗരികത ഉയർന്നു വരും.